അയാൾ കടന്നു വന്ന വഴിത്താരകളിൽ മുള്ളുകൾ മാത്രമാണ് വിരിക്കപ്പെട്ടിരുന്നതെന്ന് സത്യം തിരിച്ചറിയുമ്പോഴാണ് അതിജീവനമെന്നത് എത്ര കഠിനമായിരുന്നുവെന്ന് നമ്മളിൽ പലരും മനസ്സിലാക്കുന്നത്. മുന്നിൽ തടസ്സമായി നിന്ന മുൻവിധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് തുടങ്ങിയതാണ് ഈ ജീവിതം. അതിനെയെല്ലാം കീഴ്പ്പെടുത്തി അജയനായി തുടരുന്നതാണ് ഈ കാഴ്ചകൾ. അതുകൊണ്ടുതന്നെ ഇന്ന് ഈ ലോകത്തെ ആത്മവിശ്വാസം തകർന്ന ഒരു ബിസിനസ്മാനോ ഒരു വിദ്യാർത്ഥിക്കോ ഒരു അത്ലറ്റിനോ തുടങ്ങി നാനാ മേഖലകളിലെ ഏത് സാഹചര്യങ്ങളിലെയും ഏത് മനുഷ്യർക്കും അയാളുടെ കഥ ഒരു മോട്ടിവേഷനായി മാറുകയായിരുന്നു. ഒരു സാധാരണക്കാരൻ്റെ മകനായ ജനനം, സാധാരണ ജീവിതം, ചെറിയ മോഹങ്ങൾ, വലിയ സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾ നേടുവാൻ അവൻ ആ കാൽപ്പന്തിനെ ആയുധമാക്കിയെടുത്തു. ഈ ഒന്നുമില്ലായ്മയുടെ ലോകത്തു നിന്നും അതേ ലോകത്തെ വെട്ടിപ്പിടിക്കുവാൻ അവൻ അതുമായി ഇറങ്ങിത്തിരിച്ചു. നിലയ്ക്കാൻ തയ്യാറെടുത്തിരുന്ന ഹൃദയത്തിന് പോലും അവനെയൊന്നും തടഞ്ഞു നിർത്താൻ സാധിക്കുമായിരുന്നില്ല. സ്പോർട്ടിങ്ങും മാഞ്ചസ്റ്ററും പോർച്ചുഗലും റയൽ മാഡ്രിഡുമെല്ലാം ആ മഹാമേരുവിൻ്റെ വളർച്ചയെ സാക്ഷിയായി. പലരും പാരമ്പര്യം പേറി നാഷണൽ ജേഴ്സിയിൽ നിറഞ്ഞാടിയപ്പോൾ ആ പോർച്ചുഗൽ കുപ്പായമണിഞ്ഞ് അയാൾ കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അധികമാരും തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷെ പിന്നീട് ലോകം കണ്ടത് മറ്റൊന്നായിരുന്നു. അതുവരെ ഫുട്ബോൾ ലോകം അറിയാത്ത, അധികമാരും ചർച്ച ചെയ്യപ്പെടാത്ത പോർച്ചുഗൽ എന്ന രാജ്യം ലോകം മുഴുവൻ കൊണ്ടാഘോഷിക്കുവാൻ തുടങ്ങി. അർജന്റീന, ബ്രസീൽ തുടങ്ങിയ വമ്പൻ സ്രാവുകൾക്കുമൊപ്പം മൂന്നാമതായി ആ പേരും പറഞ്ഞു പോകേണ്ടി വന്നു. ആ ചരിത്രം തുടങ്ങി വെച്ച പേര് ഭൂമിയിലെ പല കോണുകളിലും മുഴങ്ങിക്കേൾക്കുവാൻ ആരംഭിച്ചു. അന്നേ വരെ കളി കൊണ്ടും താരപ്രഭകൾ കൊണ്ടും അറിയപ്പെട്ടിരുന്ന ബ്രസീൽ, അർജന്റീന രാജ്യങ്ങൾക്കുമൊപ്പം ഒറ്റ പേരുകൊണ്ട് ആ രാജ്യവും ഈ ഫുട്ബോൾ ലോകത്തും ഈ ഭൂമിയിലും അറിയപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ ഇന്നും പോർച്ചുഗൽ എന്ന പേര് കേട്ടാൽ ആളുകൾക്ക് ഓർമ്മ വരിക ആ ഒരു മനുഷ്യനെ മാത്രമായിരിക്കും, ആ ഒരു മുഖം മാത്രമായിരിക്കും. അതെ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് സവേറോ. പിന്നീട് റയലിലെ സുവർണ കാലഘട്ടം, ചാമ്പ്യൻസ് ലീഗിലെ മാന്ത്രികരാവുകൾ, പോർച്ചുഗൽ കുപ്പായത്തിലെ പട്ടാഭിഷേകം. അങ്ങനെ റൊണോയുഗം ഈ ഫുട്ബോൾ ലോകം അടക്കി ഭരിച്ചിരുന്നൊരു കാലം. തുടർന്ന് പലതും മാറി മറിയുവാൻ തുടങ്ങി. ഒരുപക്ഷെ 2018 ശേഷം അയാൾക്ക് എന്തുണ്ട് എന്ന് ചോദ്യം ഉയർത്തുന്നവരുണ്ടാകാം. അവരോട് കാലചക്രം എങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എന്ന ഉത്തരം. 30-ാം വയസ്സിന് ശേഷമുള്ള ഗോളുകളുടെ കണക്കുകളും കിരീടങ്ങളുടെ നേട്ടങ്ങളും പലരും ചർച്ച ചെയ്യാൻ മടിക്കുന്നതാണ്. പലരും ഒരുപക്ഷെ മറന്നു പോയതാകാം. യുവൻ്റസിലും മാഞ്ചസ്റ്ററിലേക്കുള്ള തിരിച്ചുപോക്കും എല്ലാം പരാജയമാണെന്ന് കരുതുന്നവരുണ്ടാകാം. എന്നാൽ അവിടം തീർന്ന നിമിഷങ്ങൾ എല്ലാം നിങ്ങൾക്ക് മുന്നിൽ സാക്ഷിയായി നിൽക്കുന്നുണ്ട്. തനിക്ക് മേലെന്നോ വന്ന് പതിച്ച അസൂയമൂത്ത ഒരു കൂട്ടം ചിന്തകൾ മൂലം ഖത്തർ വേൾഡ് കപ്പിൽ നിന്നും നിസ്സഹനായി മടങ്ങേണ്ടി വരുന്നു. തൻ്റെ അവസാന യൂറോ കപ്പിൽ നിന്നും അയാൾ കലങ്ങിയ കണ്ണുകളുമായി പടിയിറങ്ങേണ്ടി വരുന്നു. എന്നിട്ടും അയാൾ പരാജയപ്പെടുവാൻ തയ്യാറായിരുന്നില്ല. ഇന്നയാൾക്ക് ഏകദേശം 40 വയസ്സിനോടത്ത് പ്രായമായി തുടങ്ങി. എന്നിട്ടും ആ ജനത പണ്ടൊരിക്കൽ രാജ്യത്തിന് വേണ്ടി കുപ്പായമണിഞ്ഞ് കളിമൈതാനത്തിലേക്ക് ഇറങ്ങി വന്ന ആ 17-ാം നമ്പറുകാരൻ പ്രതിഭയെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കും പോലെ ഇന്നും ഇമവെട്ടാതെ അയാളെ നോക്കി നിൽക്കുന്നു, അയാളെ ആസ്വദിക്കുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ ഇന്നും രക്ഷകനായി അയാൾ ഞങ്ങൾക്ക് വേണ്ടി അവതരിക്കുമെന്നവർ വിശ്വസിക്കുന്നു, ആശ്വസിക്കുന്നു. അമിതഭാരങ്ങൾ അയാൾക്ക് മേൽ അടിഞ്ഞുകൂടുമ്പോഴും ഒരു ജനതയുടെ സ്വപ്നസാക്ഷാത്കാരത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പിൻഗാമി എന്നോണം അവനെന്നും അവർക്ക് വേണ്ടി ആ കുപ്പായത്തിൽ തുടരുന്നുണ്ട്. അതിൻ്റെ അന്ത്യം എന്തിനു വേണ്ടി ദാഹിക്കും പോലെ തൻ്റെ മണ്ണിനും മനിതർക്കും വേണ്ടി കിരീടം ചൂടണമെന്ന് അയാൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അത് സാധ്യമാകുമോ എന്നറിയില്ല. എങ്കിലും തൻ്റെ കണങ്കാലിൻ്റെ കരുത്ത് അവസാനിക്കും വരെ അവർക്ക് വേണ്ടി അയാൾ ആ മൈതാനത്ത് പോരാടും. നിരന്തരം തൻ്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കപ്പെടുന്ന വിമർശന സൂചികളുടെ വേദനകൾക്ക് പോലും അയാളെ ഒരിക്കലും തളർത്തുവാനാകില്ല. 39-ാം വയസ്സിൽ അയാൾ തളർന്നുപോയി എന്ന് വിചാരിക്കുന്നവർക്കും റൊണാൾഡോ അവസാനിച്ചു എന്ന് പറയുന്നവർക്കും ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആ വായുവിലെ മലക്കപ്പാച്ചിൽ. ഇന്നയാൾ തൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളെ ആസ്വദിക്കുകയാണ്. ലോകകിരീടം ഉയർത്തുവാൻ കഴിയാതെ പൂർണ്ണമാവാത്ത ചരിത്രമാണെങ്കിലും ഈ ലോകത്തെ വിജയിച്ച ഒരു കഥ പറയാനുണ്ടാകും ആ ചരിത്രത്തിന്. അത് ഈ ലോകത്തിലെ മനുഷ്യായുസ് അവസാനിക്കും വരെ തുടരുക തന്നെ ചെയ്യും. ഇന്നും അന്നും എന്നും റൊണാൾഡോ എന്ന പേര് ഉയർന്നു കേൾക്കും. മനുഷ്യരാശിയുടെ അവസാന ഉറവയറ്റും വരെ ആ കഥ പറഞ്ഞു വയ്ക്കും. അത് ആ തലമുറയിലെ ആളുകൾ ആസ്വദിക്കും, അതിൽ അലിഞ്ഞു ചേരും. ഇടിമുഴക്കങ്ങളെയും ശ്മശാനമൂകതയും സമന്വയിപ്പിക്കുന്ന, കണ്ണീരിനെയും കിനാവിനെയും കാൽപ്പന്തിൻ്റെ നൂലിൽ ഇഴചേർക്കുന്ന
ഒരിക്കലും പാടിത്തീരാത്ത മഫ്ലിയാണ് അയാൾ. രക്തസമ്മർദ്ദത്തിൻ്റെ വേലിയേറ്റങ്ങളിൽ അയാൾ പ്രശാന്തതയുടെ ആനന്ദ ഭൈരവിയാകുന്നു. കൊടുംവേൻ്റെ തീച്ചൂളയിൽ കുളിർച്ചൊരിയുന്ന തുഷാരമാകുന്നു. ഉദ്ഗേഹത്തിൻ്റെ കരളുറയ്ക്കുന്ന വിങ്ങലുകളിൽ അയാൾ ഉന്മാദനത്തിൻ്റെ ഐബീരിയൻ സിംഫണികളാകുന്നു. ഒരു കലാസൃഷ്ടിക്ക് പൂർണ്ണതയുടെ ആദ്യചുംബനം നൽകുന്ന തൂലികത്തുമ്പിനെന്ന പോലെ, പൗർണമിയുടെ ആശ്ലേഷണത്താൽ പ്രണയപരവേശയാകുന്ന നിശീതിനി എന്ന പോലെ അയാളുടെ വിജയാഹ്ലാദത്തിന് സ്വിഫ്റ്റ് ടോണുകളിലാ തുകിൽ പന്തം ഒരു പക്ഷേ കൃതാർത്ഥിയാകുന്നുണ്ടാകും. അതേറുന്നു സൂര്യൻ പൊട്ടി താഴെ വീണാലും വെന്തു വെണ്ണീറാകാത്ത കഥയായി മാറുന്നേ. The boy from Madeira with magic in his boots and a burning desire to be the greatest. The man who would be king. He comes to life when the competition comes to life. Beautiful! Beautiful! Just no stopping him! A walking work of art. He comes to life when his team needs him. It's him again. It's always him. When in need, call 7.